അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളിന്ന് നോക്കുന്നത് വാർഷിക പരീക്ഷയിൽ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തജ്വീദിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യ പ്രവർത്തനം ഉദാഹരണങ്ങൾ വേർതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ വായിക്കുക. അത്തവ്വാബു, അസ്സലാമു, അൽഹംദുലില്ലാ, അൽ മുസ്തഖീമു, അസ്സകാത്തു, അൽ ബാരിഉ. ഇതിൽ നിന്ന് അൽ ഹുറൂഫുൽ ഖമരിയായ അക്ഷരങ്ങളും അതുപോലെ അൽ ഹുറൂഫു ഷംസിയായ അക്ഷരങ്ങളും വേർതിരിക്കാൻ. ഇതാണ് പ്രവർത്തനം. അൽ ഹുറൂഫുൽ ഖമരിയായ അക്ഷരങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാകും. ഇതെങ്ങനെ തിരിച്ചറിയാം? സിമ്പിളാണ്. ചന്ദ്രൻ്റെ അടുക്കൽ നക്ഷത്രത്തെ വ്യക്തമായി കാണുന്നത് പോലെ അൽ ഹുറൂഫുൽ ഖമരിയായ അക്ഷരങ്ങൾ അലിഫുലാമിന് ശേഷം വന്നു കഴിഞ്ഞാൽ അവിടെ അലിഫുലാമിനെ വ്യക്തമായി ഉച്ചരിക്കണം. അപ്പോൾ അലിഫുലാം ഉച്ചരിക്കുന്ന ഏതൊക്കെ വാക്കുകളുണ്ടോ അതൊക്കെ അൽ ഹുറൂഫുൽ ഖമരിയയിലാണ് പെടുക. ഇതുപോലെ അൽഹംദുലില്ലാ, അത് ലാം ഉച്ചരിക്കുന്നുണ്ട്, അൽ വ്യക്തമായി ഉച്ചരിക്കുന്നു. അതുപോലെ അൽ മുസ്തഖീം. 3 അൽ ബാരിഉ. ഇനി അൽ ഹുറൂഫു ഷംസിയായ അക്ഷരങ്ങൾ, ബാക്കിയുള്ള മുഴുവനും ഷംസിയായ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഏതൊക്കെ? അത്തവ്വാബു. എന്താണ് ഹുറൂഫു ഷംസിയ എന്ന് പറഞ്ഞാൽ? സൂര്യൻ്റെ അടുക്കൽ നക്ഷത്രത്തെ വ്യക്തമാകാത്തതുപോലെ, കാണാത്തതുപോലെ, ഇതുപോലെ ഈ ഹുറൂഫ് ഷംസിയുടെ അക്ഷരങ്ങൾ അലിഫുലാമിനെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ അലിഫുലാമിന് എന്ത് ചെയ്യില്ല? കാണൂല. അപ്പോൾ അവിടെ ഉച്ചരിക്കൂല. അത്തവ്വാബു, അൽ തവ്വാബു എന്നല്ല, അത്തവ്വാബു. അതുപോലെ രണ്ടാമത്തത് അസ്സലാമു. കണ്ടോ? അൽ സലാമു എന്നല്ല, അസ്സലാമു. 3 അസ്സകാത്തു. അൽ സക്കാത്തു എന്ന് ഉച്ചരിച്ചിട്ടില്ല, ലാമിന് അവിടെ എന്ത് ചെയ്യില്ല? കാണൂല. അസ്സകാത്തു. എന്താണ് ഹുറൂഫു ഷംസിയ എന്നും എന്താണ് ഹുറൂഫുൽ ഖമരിയ എന്നും പഠിച്ചു വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അതിൻ്റെ അക്ഷരങ്ങളും അതിനൊരു ബൈത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹുറൂഫു ഷംസിയക്കാണെങ്കിൽ അതിനൊരു ബൈത്ത് പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഇനി ഹുറൂഫുൽ ഖമരിയക്കാണെങ്കിൽ അതിനുള്ളൊരു വരി പാഠഭാഗത്ത് പറയുന്നുണ്ട്, അത് ഉപയോഗിച്ചിട്ടുള്ള വരി. 2 യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് എഴുതുക. 1 യകാരസ്വരത്തിൽ ഉച്ചരിക്കലാണ്. യകാരസ്വരത്തിൽ ഉച്ചരിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇമാലത്ത്. ഇമാലത്ത് എന്നാണ്. ഖുർആനിൽ ഇമാലത്ത് ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിക്കും, ഏത് സൂറത്തിലാണെന്നും ചോദിക്കും, എത്രാമത്തെ ആയത്താണെന്ന് ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ഒക്കെ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആയത്ത് തരും, ബിസ്മില്ലാഹി മജ്രിഹ, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയും ചോദിക്കുക. 2 റാഇനെ തഫ്ഖീമാക്കുന്നത് എത്ര സ്ഥലങ്ങളിലായിട്ടുണ്ട്? 5 അവസരങ്ങളിലാണ്, അല്ലേ? 5 കാരണങ്ങളാണ് റാഇനെ തഫ്ഖീമാക്കാനുള്ളത്. അതിൽ നിന്ന് 2 പഠിക്കണം കേട്ടോ. ഈ 2 ഉദാഹരണം എഴുതാം എന്നുള്ള പ്രവർത്തനം വരും. 3 വായ നിറയും വിധം ശബ്ദം നൽകുന്നതിന് പറയുന്നത്. എന്തിനാണ് തഫ്ഖീം എന്ന് പറയുക എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത്. വായ നിറയും വിധം ശബ്ദം നൽകുന്നതിന് പറയുന്ന പേരെന്താണ്? തഫ്ഖീം. തഫ്ഖീം എങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നാവ് വിരൽ കൊണ്ട് തഫ്ഖീം ഉണ്ടാകും. തർക്കീക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ചാലോ നാവ് താഴൽ കൊണ്ട് തർക്കീക്കും ഉണ്ടാകും. 4 അള്ളാഹു എന്ന ഇസ്മിലുള്ള ലാമിനാണ് പറയുന്നത്. ആ ലാമിന് പറയുന്ന പേരെന്താണ്? ലാമുൽ ജലാല, ജലാലത്തിൻ്റെ ലാം എന്നാണ് പറയാം. ചിലപ്പോൾ ജലാലത്തിൻ്റെ ഇസ്മ ഏതാണെന്ന് ചോദിക്കും, കൺഫ്യൂഷൻ ആകരുത്. അള്ളാഹ് എന്നതാണ് ജലാലത്തിൻ്റെ ഇസ്മ. ഇനി ജലാലത്തിൻ്റെ ലാം ഏതാ വെച്ചാൽ അള്ളാഹു എന്നതിലെ ലാമാണ്. 5 നീട്ടൽ.
നീട്ടുക എന്നതിന് അറബിയിൽ പറയുന്ന പേര് മദ്. 6 സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ. സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ എത്രണ്ണാണ്? 3 എണ്ണമാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7 മദ് അസ്ലിയുടെ മറ്റൊരു പേര് ഏതാണ്? മദ് തൊബഈ. മദ് അസ്ലീൻ്റെ പേര് തൊബഈ എന്നാണ് കേട്ടോ. 2 ഉദാഹരണം വീതം എഴുതാം എന്നുള്ള പ്രവർത്തനം. ഒന്നാമത്തത് ലാമുൽ ജലാലത്തിൻ്റെ തഹ്ഖീഖ്. ലാമുൽ ജലാല എന്ന് പറയുന്നത് അള്ളാഹു എന്നതിലെ ലാമിനാണ്. അതിന് തർക്കീക്ക് ചെയ്ത, അതായത് ആ ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കെസറായിരിക്കും. അങ്ങനത്തെ ഉദാഹരണം ഈ 2 എഴുതണം. പാഠഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, അതിനേക്കാൾ നല്ലത് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ബിസ്മില്ലാഹി. കണ്ടോ, ബിസ്മില്ലാഹി. ലാമുൽ ജലാലത്തിൻ്റെ മുമ്പ് എന്താണ്? കെസറാണ്. അതുപോലെ അൽഹംദുലില്ലാഹി, അത് 2 പറ്റും. 2 ലാമുൽ ജലാലത്തിൻ്റെ തഫ്ഖീമിന്, അള്ളാഹ് എന്നതിൻ്റെ ലാമിന് മുമ്പ് ഫത്തഹോ ലമ്മോ വരുമ്പോഴാണ് നമ്മൾ തഫ്ഖീം ചെയ്യുന്നത്. ചോദ്യം ഇങ്ങനെയും വരും, അള്ളാഹ് എന്ന ലാമുൽ ജലാലത്തിൻ്റെ ലാമിനെ തഫ്ഖീം ചെയ്യുന്നത് എപ്പോഴാണ്? ലാമിന് മുമ്പ് ഫത്തഹോ ലമ്മോ ആകുമ്പോഴാണ്. അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിൻ്റെ മുമ്പ് കെസർ വന്നാൽ എന്ത് ചെയ്യണം? തഫ്ഖീം ചെയ്യണം, തർക്കീഖ് ചെയ്യണം. തർക്കീഖാണെങ്കിൽ കെസറായിരിക്കും ലാമിൻ്റെ മുമ്പ്. ഇനി തഫ്ഖീമാണെങ്കിലോ ലാമിൻ്റെ മുമ്പ് ഫത്തഹോ ലമ്മോ ആയിരിക്കും. ഇവിടെ ലാമുൽ ജലാലത്തിൻ്റെ തഫ്ഖീമിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് എഴുതാം, ഇന്നല്ലാഹ. അതിൽ നൂനിന് ഫതഹാണ്. അതുപോലെ വേറെ നമുക്ക് ഉദാഹരണം കണ്ടെത്താം, മുഹമ്മദ് റസൂലുല്ലാഹി. റസൂലുല്ലാഹി എന്നുള്ളതിൽ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിൻ്റെ മുമ്പ് റസൂലുല്ലാ എന്നതിലെ ലാമിന് ലമ്മാണ്. അപ്പം അവിടെ തഫ്ഖീമാണ് ചെയ്യുന്നത്. റാഇന് ലമ്മ് വന്നതിൻ്റെ ഉദാഹരണം മുഹമ്മദുർ റസൂലുല്ലാഹി. അതിൽ ലമ്മില്ല, നസുറുല്ലാഹി. അതിൽ റാഇന് ലമ്മാണ്, നസുറു. അതുപോലെ ഗഫൂറുർ റഹീം, അതിലും ലമ്മാണ്. അതിൻ്റെ ഉദാഹരണമാണ് മിൻ ഷർരി. കസറല്ലേ, ഇവിടെ ഉദ്ദേശം റാഇൻ്റെ തഫ്ഖീമും തർക്കീഖും ഉണ്ടോ. അതുപോലെ ഗൈരിൽ മഗ്ലൂബി. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. 1 ഖമരിയായ എല്ലാ അക്ഷരങ്ങളും ഉൾപ്പെട്ട ഉദാഹരണം. പാഠഭാഗത്ത് പറയുന്നുണ്ട്, ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു. 2 വാവും യാവും ലീനിൻ്റെ ഹർഫാകുന്നത് എപ്പോഴാണ്? ഉത്തരം, വാവിനും യാഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹുമാണെങ്കിൽ ആ വാവിനും യാഇനും ഹർഫുൽ ലീൻ എന്ന് പറയും. അവസാന പ്രവർത്തനം 3. ഈ ബൈത്തിലെ ഷംസിയായ ഹർഫുകൾ വേർതിരിക്കാം. ഇതിലേതൊക്കെയാണ് ഷംസിയായ അക്ഷരങ്ങൾ? ത്വിബ്, അതിലെ ഫസ്റ്റ് ത്വാ. സുമ്മ, അതിലെ സാ. സ്വിൽ, അതിലെ ഫസ്റ്റ് അക്ഷരം സ്വാദ്. അതുപോലെ റഹിമൻ, അതിലെ റാ. തഫുസ്, അതിലെ താ. ളിഫ്, അതിലെ ലാദ്. അതുപോലെ ദാ, അതിലെ ദാല്. പിന്നെ നിഅം എന്നുള്ളതിലെ നൂന്. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. 1 ലാസിം ഹറഫി മുഖഫഫ്. എന്തിനാണ് ലാസിം ഹറഫി മുഖഫഫ് എന്ന് പറയാ? ഹിജായിയായ ഹറഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മധ്യം എന്ന് പറയും? ലാസിം ഹറഫി മുഖഫഫ് എന്ന് പറയും. 2 ലാസിം കലിമി മുഖഫഫ്. അത് മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂൻ വന്നതെങ്കിൽ എന്ത് ചെയ്യും? ആ മദ്ദിനാണ് ലാസിം കലിമി മുഖഫഫ് എന്ന് പറയാം. 3 ഇദ്ഗാം. നമ്മൾ ഇദ്ഗാം പഠിച്ചിട്ടുണ്ട്.
എന്താണ് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ? ഉത്തരം സുക്കൂനുള്ള അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ശ്രദ്ധയോടുകൂടി ഒരക്ഷരമായി ഉച്ചരിക്കുന്നു. ഇതിനാണ് ഇദ്ഗാം എന്ന് പറയുക. 4 ഇഖ്ഫാ. എന്തിനാണ് ഇഖ്ഫാ എന്ന് പറയുക? സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ഇതിനാണ് ഇഖ്ഫാ എന്ന് പറയാം. 4ാം ക്ലാസ്സിലെ ചോദ്യങ്ങൾ ഇതോടുകൂടെ അവസാനിച്ചു. ഇനി ഇതുപോലുള്ള കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കിയതുണ്ട്. അത് ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ മദ്രസ ഗൈഡ് മലയാളം എന്നടിച്ചു കൊടുത്താൽ, യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നമ്മുടെ ചാനൽ വരും. അതിൽ പ്ലേലിസ്റ്റ് പോയാൽ 4ാം ക്ലാസ്സിൻ്റെ കൊല്ലപരീക്ഷയുടെ കുറേ മോഡൽ പേപ്പർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.